ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജൂന. എൻ്റെ ലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഐബ്രോ എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നുള്ളതാണ്. പാർലറിൽ പോവാതെ വീട്ടിൽ തന്നെ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് വേണ്ടത് ഇതുപോലൊരു കിറ്റാണ്. ഇതൊരു റേസർ കിറ്റാണ്. ഇതിൽ 2 റേസറുണ്ട്, പിന്നെ ഒരു ചെറിയ കത്രികയുണ്ട്, ചെറിയൊരു ചീപ്പുണ്ട്, പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പോലത്തെ ഒരു ടൂളും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്ലബ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ വാങ്ങുമ്പോൾ 150 രൂപയിൽ താഴെ ഉണ്ടായിട്ടുള്ളൂ. ഇത് നമുക്ക് ഫേഷ്യൽ ഹെയർ കൂടെ ഇതുപയോഗിച്ച് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പ്ലക്കർ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും. 40 രൂപ അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും വെച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈസിയായി നമുക്ക് ചെയ്യാം. ത്രെഡ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഈ കിറ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്കിത് വെച്ച് എങ്ങനെയാണ് ഐബ്രോ ഷേപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഐബ്രോയുടെ അവസ്ഥ. അപ്പോൾ ആദ്യം ഞാൻ അതിൽ ഒരു റേസർ എടുത്തിട്ട് ഈ ഐബ്രോയുടെ മുകളിൽ റേസ് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് ചെയ്യണം, മുറിയാതെയൊക്കെ നോക്കണം. അപ്പോൾ കൈ കൊണ്ട് കുറച്ചൊന്ന് വലിച്ചു പിടിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിലിങ്ങ് ഹെയറൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം മുകളിലുള്ളത് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിലുള്ളത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ താഴെ ഭാഗത്തുള്ളതും ചെറുതായി ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണ്ട. ആദ്യം ഒരു ബോർഡർ പോലെ, അതായത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് മാത്രം ഒന്ന് ഹെയർ റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. അതും വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കൈകൊണ്ട് മുകളിൽ വലിച്ചു പിടിച്ച് തന്നെ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ഈ പ്ലക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഐബ്രോയുടെ താഴെയുള്ള ആ ഹെയറൊക്കെ ഒന്ന് പൊരിച്ച് കളയാം. ഇതുപോലെ ഒരു കണ്ണടച്ച് പിടിച്ചിട്ട് കൈകൊണ്ടിങ്ങനെ കുറച്ചൊന്ന് വലിച്ചു പിടിച്ചാൽ വേദന ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെയറൊക്കെ കറക്റ്റ് തെളിഞ്ഞ് കാണും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പൊരിച്ച് കളയാൻ പറ്റും. വലിയ വേദനയൊന്നുമില്ല, ചെറിയ വേദനയുള്ളൂ, വളരെ ചെറിയ വേദന. അപ്പോൾ ഇങ്ങനെ വലിച്ചു പിടിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ചിലപ്പോൾ ഈ പ്ലക്കറിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് വേദനയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വലിച്ചു പിടിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോയുടെ താഴെയുള്ള ഹെയറൊക്കെ പ്ലക്കർ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ചീപ്പ് വെച്ച് ഇതിങ്ങനെ ആ സ്റ്റാർട്ടിങ്ങിൽ ഐബ്രോയുടെ സ്റ്റാർട്ടിങ് പോർഷൻ ഒന്ന് ഇതുപോലെ മുകളിലേക്ക് ചീവി കൊടുക്കുക. എന്നിട്ട് ആ ചെറിയ കത്രിക ഉപയോഗിച്ച് നമുക്കതിങ്ങ് ലെവലായി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കഴിഞ്ഞു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി റേസർ വെച്ച് തന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ ഇടയിലുള്ള ഭാഗവും നമുക്ക് റേസ് ചെയ്ത് കളയാം. കണ്ടില്ലേ, വളരെ പെട്ടെന്നാണ് ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നത്. ഈ ഒരു കിറ്റ് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ.